നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മുംബൈ വേഴ്സസ് RR മത്സരത്തിന്റെ ഒരു പ്രിവ്യൂ ആണ്. ഇത് RRനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മത്സരമാണ്. കാരണം RRന് മറ്റ് ടീമുകളെ പോലെയല്ല, RRന് ഈ മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ നേരെ ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് ടോപ്പ് 4 ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും, എലിമിനേറ്റർ 1 കളിക്കാനും പറ്റും. സോ അതുകൊണ്ട് തന്നെ RRനെ സംബന്ധിച്ചാണ് ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാച്ച്. മുംബൈ സംബന്ധിച്ച് ഒബ്വിയസ്ലി ലാസ്റ്റ് മാച്ച് ജയിച്ച് ഈ ഒരു സീസൺ നല്ല രീതിയിൽ എൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും താഴത്തെ സ്ഥാനത്തേക്ക് പോവാതിരിക്കാൻ ഉള്ളൊരു രീതിയിൽ ഈ മാച്ച് ജയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ഒരു മാച്ചിന്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽസിലേക്ക് വരാം. വെൽക്കം വരുൺ ബ്രോ. ഇപ്പം കളി നടക്കുന്നത് വാങ്കഡയിലാണ്. വാങ്കഡയിൽ മോസ്റ്റ് പ്രോബ്ലി എല്ലാ പിച്ചസും റെഡ് സോയിലാണ്. റെഡ് സോയിലായിരിക്കെ ഒരു ഹൈ സ്കോറിംഗ് ഗെയിം ആയിരിക്കും. പക്ഷേ പതിവിന് വ്യത്യസ്തമായിട്ട് കളി നടക്കുന്നത് ഉച്ചയ്ക്കാണ് എന്നുള്ളത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഉച്ചയ്ക്ക് കളിക്കുമ്പോഴത്തേക്കിന് ഫസ്റ്റ് ഇന്നിങ്സിൽ ബോൾ ചെയ്യുന്ന ടീംസിന് അവിടെ അഡ്വാൻറ്റേജ് കിട്ടും. ബോൾ നല്ല മൂവ്മെൻറ്റ് തരും, മനസ്സിലായി. അപ്പോൾ ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ബോൾ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്രിക്കറ്റ് എൻത്യൂസിയാസ്റ്റ് ആയിരിക്കണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും അതേപോലെ തന്നെ നിങ്ങളുടെ ഓരോ ഇൻട്രാക്ഷനും, അത് വെതർ ലൈക്ക് ആണെന്നെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യുബിൾ ഇൻപുട്സ് കമൻ്റായിട്ടാണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അത് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം അങ്ങനെ ആയിരിക്കും ടോട്ടൽ കണ്ടീഷൻസ് വരിക. പിന്നെ മിനിമം നല്ല രീതിയിലൊരു ഹൈ സ്കോറിംഗ് ഗെയിം ആയിരിക്കും എന്നുള്ളത് തന്നെ. ഒരു 200+ എന്തുമായാലും ഇരു സൈഡിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ട് വിധിയാകെ കയ്യിലുള്ളത് ഒരേ ഒരു ടീം ഇപ്പോൾ ഈ കോൺടാക്സിനകത്തിൽ RR മാത്രമാണ്. ആർക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, നാളത്തെ കളി ജയിക്കുക, എലിമിനേറ്റർ 1 കളിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ഒരു ചിന്ത. MIയെ സംബന്ധിച്ച് ഏറ്റവും ബോട്ടത്തിൽ ഫിനിഷ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒന്ന്. രണ്ട്, നാളെ അവരുടെ കിഡ്സ് ഇവൻ്റ് ആണ്. 30,000 അവരുടെ സ്കൂൾസിൽ നിന്നുള്ള പിള്ളേർ കളി കാണാൻ വരികയാണ്. അപ്പോൾ എനിക്കൊന്ന് സ്പെഷ്യൽ ജേഴ്സി വേണം തോന്നുന്നു പ്ലേയേഴ്സിന്. അപ്പോൾ അങ്ങനത്തെ ദിവസം ആയതുകൊണ്ട് അവരുടെ മുന്നിൽ അവസാനമായിട്ട് ഒരു ലാസ്റ്റ് ഡാൻസ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാനായിരിക്കും, പല മുഖങ്ങളും രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും പലവരും അവിടെ ശ്രമിക്കുക എന്നുള്ളതും MIയെ സംബന്ധിച്ച ഒരു കാര്യമാണ്. ഇനി RRന്റെ ഒരു കേസിൽ നമുക്ക് തുടങ്ങാൻ തന്നെ. RR ഇപ്പൊ കഴിഞ്ഞ മാച്ചിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതായത് RR ജയിച്ചു എന്നുണ്ടെങ്കിൽ പോലും അവർ ആവശ്യമില്ലാത്ത ചേഞ്ചസ്, അവര് ജഡേജയെ കളിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോ പ്രട്ടോറിയസ് അടക്കമുള്ള പുതിയ മുഖങ്ങളെ ഈ അവസാന നിമിഷം കൊണ്ടുവന്ന് ടീമിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കഴിഞ്ഞ മാച്ചിൽ ജയിച്ച് സൂര്യവംശിയുടെ ആ ഒരു ഇന്നിങ്സിന്റെ ബലത്തിലാണെന്ന് നമ്മളത് റിവ്യൂവിൽ പറയുകയും ചെയ്തു. അത് നമ്മൾ ഈ സീസണിൽ മൊത്തം നോക്കുകയാണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. സൂര്യവംശി 579 റൺസാണ് അടിച്ചു കൂട്ടിയിരിക്കുന്നത് ഈ ഒരു സീസണിൽ. 236 സ്ട്രൈക്ക് റേറ്റ്. സോ ആ ഒരു ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട് RRന് ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് അത് തന്നെ വ്യക്തമാണ്. അപ്പൊ അതിന് തൊട്ട് താഴെയുള്ള ധ്രുവ് ജുറേലാണ് 420 റൺസുമായിട്ട്. അത് കഴിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജയ്സ്വാൾ മാത്രമേ ഉള്ളൂ ഇവർക്ക് പെർഫോമൻസ്, അതായത് ടോപ്പ് 3 മാത്രമേ ഇവർക്ക് പെർഫോമൻസ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ പരാഗും ജഡേജയാണ് പിന്നെ കമ്പാരിറ്റീവ്ലി കുറച്ചെങ്കിലും റൺ അടിച്ചിട്ടുള്ളൂ. സോ അവരുടെ ഒരു ബാറ്റിംഗ് ലൈനപ്പിൽ അത് വലിയൊരു പ്രശ്നമാണ്. സൂര്യവംശി എടുത്തു കഴിഞ്ഞാൽ മറ്റു ടീമുകൾക്ക് ഇവരെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അവസ്ഥയുണ്ട്. സോ മുംബൈയെ സംബന്ധിച്ചും അത് തന്നെയായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളത്. ഇനി ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ ജോഫ്ര ആർച്ചർ എത്രത്തോളം ആ ഒരു പവർ പ്ലേയിൽ ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ഓഫ് ദി സീസണിൽ. ഇപ്പോൾ ലാസ്റ്റ് ഒരു 5 മാച്ച് എടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് വിക്കറ്റ്സ്, എനിക്കൊന്ന് 2 വിക്കറ്റ്സ് എന്തോ ജോഫ്ര ആർച്ചർ എടുത്തിട്ടുള്ളൂ. സോ അത് തന്നെയാണ് ലാസ്റ്റ് അവസാനം വന്നിട്ട് RRന്റെ ഒരു പതനത്തിന്റെ ഒരു റീസണും. ഇവർക്ക് ആവശ്യമില്ലാത്ത ചേഞ്ചസ്, അതായത് ഇപ്പൊ ഈ ജോഫ്ര ആർച്ചറിന് സപ്പോർട്ട് ചെയ്തിരുന്ന ബർഗറിനെ മാറ്റി പിന്നീട് അവിടെ ഒരു നല്ല റീപ്ലേസ്മെന്റ് ഇവർക്ക് കിട്ടിയില്ല. ദേശ്പാണ്ഡെ പ്രോപ്പറായിട്ട് കളിപ്പിച്ചോ? കണ്ടിന്യൂസ് കളിപ്പിച്ചില്ല. അതുപോലെ തന്നെ സന്ദീപ് ശർമ്മയെ കളിപ്പിച്ചോ? കണ്ടിന്യൂസ് ആയിട്ട് കളിപ്പിച്ചില്ല. അങ്ങനെ ബോളിംഗിൽ ആർച്ചറിന് ഒരു രീതിയിലുള്ള സപ്പോർട്ടും ഒരു എൻഡിൽ നിന്ന് കിട്ടാത്തൊരവസ്ഥയാണ് RRന് ശരിക്കും പറഞ്ഞ ഇവിടെ ഉള്ളത്. സോ മുംബൈയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഈ മസ്റ്റ് വിൻ മാച്ചിൽ മുംബൈ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ സൂര്യവംശി കളിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ബോളിംഗ് പെർഫോമൻസ് ആർച്ചറിന്റെ കയ്യിൽ നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ്. സോ എന്താണ് മുംബൈ തോൽപ്പിക്കാൻ RRന് എന്താണ് ബേസിക്കലി ചെയ്യേണ്ടത്? അവർ ഇത്രയും ഈ മിസ്റ്റേക്സ് എല്ലാം പഠിക്കാന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ജഡേജ കളിപ്പിക്കണം, അവർ പ്ലേയിങ് ഇലവനിൽ ചേഞ്ചസ് വരുത്തണം. RRനെ സംബന്ധിച്ച് അവരുടെ പ്ലേയിങ് 11 അല്ല പ്രശ്നം, അവരുടെ മാനേജ്മെൻറ്റിൽ നടക്കുന്ന അല്ലെങ്കിൽ ടീമുമായിട്ടുള്ളൊരു ഫ്രിക്ഷനാണ് പ്രശ്നം. അത് മാനേജ്മെൻറ്റിൻ്റെ ആണോ അതോ ഇൻ ബിറ്റ്വീൻ ടീമാണോ എന്നുള്ള കാര്യം എനിക്കിപ്പോഴും അറിയത്തില്ല. കാരണം ജഡേജയ്ക്ക് വർക്ക് ലോഡ് മാനേജ്മെൻറ്റിൻ്റെ പേരിൽ റെസ്റ്റ് കൊടുക്കുന്നു എന്നാണ് ആദ്യമായിട്ട് പരാഗ് വന്ന് ടോസിന് പറയുന്നത്, മനസ്സിലായി. പിന്നെ എന്തോ ഇൻ്റർവ്യൂവിൽ വേറെ എന്തൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട്, അത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ടോസ് ടൈമിൽ പരാഗ് വന്ന് പറഞ്ഞത് ജഡേജയ്ക്ക് വർക്ക് ലോഡ് മാനേജ്മെൻറ്റ് കാരണം റെസ്റ്റ് കൊടുക്കുന്നതെന്ന്. ജഡേജയ്ക്കുള്ള ഒരു പ്ലെയർ അങ്ങനെ വർക്ക് ലോഡ് മാനേജ്മെൻറ്റിൻ്റെ പേരിൽ റെസ്റ്റ് എടുക്കുന്ന ആളല്ല. പുള്ളി എല്ലാ കളിയും കളിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണ്. ആ വർക്ക് ലോഡ് എന്ന് പറയുന്നത് 6 ദിവസത്തെ 7 ദിവസത്തെ അവധിക്ക് ശേഷം, അതേപോലെ തന്നെ
പുള്ളി ടെസ്റ്റ് കളിക്കുന്നില്ല, വൺ ഡേയും കളിക്കുന്നില്ല, T20യും കളിക്കുന്നില്ല. അപ്പോൾ അത്ര ഒരു പ്ലെയറിന് പിന്നെ ഒരു റെസ്റ്റിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ കാര്യം, പരാഗ് അന്നത്തെ ഫീൽഡിൽ കാണിച്ച ഒരു മിസ്ബിഹേവ് എന്ന് തന്നെ ഞാൻ പറയും. ഒരു ക്യാപ്റ്റൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത അഗ്രഷൻസ്, മിസ്ഫീൽഡ് ചെയ്യുമ്പോൾ കാണിക്കുന്ന കാര്യങ്ങൾ. എന്നിട്ട് പരാഗനെ മിസ്ഫീൽഡ് ചെയ്യുമ്പം ജയസൂര്യ സംഘക്കാരെ വന്ന് അതിനെ വഴക്ക് പറയുന്നു എന്നുള്ള രീതിയിലുള്ള പല, അതായത് ഒരു ടീം അറ്റ്മോസ്ഫിയറിൽ കാണണ്ടാത്ത കാര്യങ്ങളെല്ലാമാണ് അവിടെ കാണുന്നത്. മോസ്റ്റ് പ്രോബബ്ലി കഴിഞ്ഞ ദിവസം തന്നെ പരാഗിനെ പുറത്തിരുത്തി, പരിക്കാണെന്നാണ് പറയുന്നത്. എന്നിട്ട് പുള്ളി ഇമ്പാക്സബിലിരിക്കുന്നു. അതെന്താണ്? അത് പരിക്കല്ല, ഒരു പണിഷ്മെൻ്റാണ്. മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ജയ്സ്വാളിനെ ക്യാപ്റ്റനാക്കി, അതുകൊണ്ടാണ് പ്രട്ടോറീസ് ടീമിലേക്ക് വന്നതും. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അവർ പരിഹരിക്കുന്നു, അത്രയും പെട്ടെന്ന് അവർ മുമ്പോട്ടുള്ള യാത്ര പറ്റത്തുള്ളൂ. അതും ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സ്ലിപ്പ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ലായിരുന്നു. അത് സോർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും അവരുടെ ആദ്യത്തെ കടമ്പ മുംബൈയെ തോൽപ്പിക്കണമെങ്കിൽ. രണ്ടാമത്തത് ടീം സെലക്ഷൻ. ഇതേ ടീമുമായിട്ട് മുംബൈ എടുത്തിട്ട് നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല. ഇതിനകത്തോട്ട് ഇപ്പോൾ ജെയ്സ് ഒബ്വിയസ്ലി അടുത്ത കളി പ്രട്ടോറീസ് പുറത്തു പോയിട്ട് പരാഗസ് ഈസി ആയിട്ട് കയറി വരും അകത്തോട്ട്. ഓക്കെ, അതേപോലെ തന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ ജഡേജയും അകത്തേക്ക് തന്നെ കയറി വരും, ജഡേജയും കളിക്കും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിനകത്തിൽ വേണ്ടത്, ഈ പ്രട്ടോറീസ് പോകുമ്പം ഇതിനകത്തിലോട്ട് ആർച്ചറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രൈക്ക് ഫോറിൻ ബോളറിനെ ആവശ്യമുണ്ട്. അവരുടെ കയ്യിൽ ആദമില്ലുണ്ട്. ഇപ്പോൾ ബർഗറിനെ മാറ്റാൻ കാര്യം, ബർഗർ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. ആദ്യത്തെ കുറച്ച് കളികൾ ഒഴികെ ബാക്കി എല്ലാ കളികളും 13ഉം 14ഉം ആയിരുന്നു പുള്ളിയുടെ എക്കോണമി. അങ്ങനെയാണ് ബർഗറിനെ മാറ്റിയത്. അതിന് ഞാൻ ഒരു കുറ്റം പറയത്തില്ല. പക്ഷേ ബർഗറിനെ മാറ്റുമ്പം അത്രത്തോളം, അല്ലെങ്കിൽ അതിലും നല്ല ഒരു ബോളറിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. പക്ഷേ അത്രത്തോളം അതിലും നല്ലൊരു ബോളറാണ് ബ്രിജേഷ് ശർമ്മ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മനസ്സിലായി? ഇപ്പം ആർച്ചർ ഒഴികെ ബാക്കി എല്ലാവരും അവിടെ റൺസ് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി. അതായത് ഈ ബർഗർ ആർച്ചർ എന്നുള്ള കോമ്പിനേഷൻ പൊളിക്കപ്പോൾ തന്നെ അതിന് മുമ്പ് ഉണ്ടായിരുന്ന ആർച്ചറിൻ്റെ ഒരു ഫസ്റ്റ് ഓവർ എന്ന് പറയുന്നത് ഭയങ്കര ഫയറി പേസി ഓവറായിരുന്നു. 1-2 റണ്ണ് വിട്ടുകൊടുക്കുക, ഫസ്റ്റ് ബോളിൽ തന്നെ 4 തവണ കണ്ട് വിക്കറ്റ് എടുക്കുക. മനസ്സിലായി? അങ്ങനെ നിന്ന ഒരു ആർച്ചർ, അതിന് ശേഷം പുള്ളിയുടെ എക്കോണമി എന്ന് പറയുന്നത് 12ഉം 13ഉമാണ് ഫസ്റ്റ് ഓവറിൻ്റെ മിനിമം. അതേപോലെ തന്നെ കണ്ടിന്യൂസ്ലി ഒരു 3 കളിയോളം തന്നെ വൈഡ് 4 എറിഞ്ഞു കണ്ടിന്യൂസ്ലി. അപ്പോൾ അതൊന്നും ആർച്ചറിൻ്റെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ്. അപ്പോൾ അതിനകത്തിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. ഒരു സ്ട്രൈക്ക് ബോളറിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഈ ദസുൻ ഷാനകയെ കളിപ്പിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ യോജിപ്പില്ല. പുള്ളി ശരിയാണ്, പാകിസ്ഥാനെതിരെ ശ്രീലങ്കയൊക്കെ ജയിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിലും കോമ്പറ്റീറ്റീവാണ് ഈ IPL എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം. അതിലേക്ക് പുള്ളി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷേ എന്തുവാണെന്നുണ്ടെങ്കിലും ഈ ടീമിന് പുള്ളിയുടെ സൈഡിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് വളരെ കുറവാണ്. അത് ബാറ്റ് കൊണ്ടാണെങ്കിലും ബോൾ കൊണ്ടാണെന്നുണ്ടെങ്കിലും. ഇപ്പോൾ കഴിഞ്ഞ കളി തന്നെ നമുക്ക് 10 ബോളിൽ എന്തോ 9 റണ്ണോ അല്ലെ 9 ബോളിൽ 10 റണ്ണോ മറ്റോ എടുത്തത്. ഓരോ ഓവറാണ് എറിയുന്നത്, അതൊരു 10 റണ്ണ് കൊടുത്തു. അതുകൊണ്ട് എന്തുകൊണ്ടും നല്ലത് അവർക്ക് ഈ പറഞ്ഞൊരു സ്ട്രൈക്ക് ബോളർ എന്നുള്ള നിലയിൽ ആദമിലിനെ എറിയിക്കുന്നതാണ്. പുള്ളി മേ ബി എക്സ്പെൻസീവ് ആകത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. മേ ബി 10 അല്ലെ 11 എക്കോണമിയിൽ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ദർശൻ ഷാനകയെക്കാട്ടിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പൊട്ടൻഷ്യലി ഏബിൾ ആയിട്ടുള്ള ബോൾ കൊണ്ട് അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബോളറാണ് ആദമിൽ. അപ്പോൾ പുള്ളി കളിക്കണം എന്നുള്ളതാണ് എൻ്റെ താല്പര്യം. കാരണം അല്ലാതെ ഈ പറയുന്ന ബോളിംഗ് ലൈനപ്പ് ഒട്ടും സ്കെയറി അല്ല. ഇവർ ക്വാളിഫൈ ആയാൽ പോലും ഈ ബോളിംഗ് ലൈനപ്പ് ഒട്ടും സ്കെയറി അല്ല, ഒരു ത്രെട്ടല്ല ഇതിലുള്ള ടീം. ആർച്ചറിനെ മാത്രം നോക്കി കളിച്ചാൽ മതി, ബാക്കി എല്ലാവരെയും അടിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ്, അവിടെ ഒരു ടോൾ ബോളറുണ്ട്, യശ്രാജ് മുഞ്ച, ഒരു സ്പിന്നർ, 6'8" ഹൈറ്റുള്ള പുള്ളി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളി വാങ്കഡയിൽ കളിക്കാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. ടോളിയാണ്, ബൗൺസ് കിട്ടും, അതെല്ലാം ശരിയാണ്. പക്ഷേ അവിടെ ഇച്ചിരിയുടെ പേസി ആയിട്ട് എറിയുന്ന രവി ബിഷ്ണോയ് ആയിരിക്കും. കാരണം ഗൂഗിളിൽ പേസി ആയിട്ട് എറിയുന്നവരായിരിക്കും കളിക്കുക. കാരണം ഇവിടെ ടോപ്പ് എഡ് ചെയ്താൽ പോലും 6 പോവും. വളരെ ചെറുതാണ് ബൗണ്ടറി ഡയമെൻഷൻ എന്നുള്ളത് കൊണ്ട്. അതെ, ഇതില് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഈ ആർച്ചർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിരിക്കുന്നത് ഇവർക്ക് വേണ്ടി രവി ബിഷ്ണോയാണ്. രവി ബിഷ്ണോയ് ഈ സീസണിന്റെ ആദ്യം ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് നല്ല ബ്രേക്ക് ത്രൂ കൊടുത്തുകൊണ്ടിരുന്ന ബോളറാണ്. പിന്നെ കണ്ടിന്യൂസ്ലി രവി ബിഷ്ണോയെ അവർ കളിപ്പിച്ചില്ല. അതുപോലെ തന്നെ ദേശ്പാണ്ഡെ ആദ്യം വന്നിട്ട് 1-2 മാച്ചസ് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. പിന്നീട് ദേശ്പാണ്ഡെ അവർ കണ്ടിന്യൂസ് കളിപ്പിച്ചില്ല. ബ്രോ ഈ പറഞ്ഞ പോലെ തന്നെ ആർച്ചറിന് ഇപ്പൊ ബർഗർ എക്സ്പെൻസീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ പവർ പ്ലേയിൽ എറിയാൻ പറ്റുന്ന അവരുടെ കയ്യിലുള്ള ഒരു വേറൊരു ഓപ്ഷനാണ് ദേശ്പാണ്ഡെ. കാരണം അത്യാവശ്യം പേസിൽ എറിയാൻ പറ്റുന്ന ഒരു ബോളറാണ്. ഇപ്പൊ വിജയ് ശർമ്മയോ സന്ദീപ് ശർമ്മയോ ഒന്നും അവർക്ക് ആർച്ചറിന്റെ കൂട്ടത്തിൽ പവർ പ്ലേയിൽ എറിയിക്കാൻ പറ്റുന്ന ഒരു ബോളറല്ല. സോ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോഴും ഒരുപക്ഷെ അവർ ദേശ്പാണ്ഡെയിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. എന്താ ദേശ്പാണ്ഡെയിലേക്ക് പോവോ അതോ ദേശ്പാണ്ഡെ പ്ലസ് ബ്രിജേഷോ അല്ലെങ്കിൽ സന്ദീപ് ശർമ്മയോ എന്നുള്ളതായിരിക്കും ഒരു ഓപ്ഷൻ. പിന്നെ ബ്രോ പറഞ്ഞ പോലെ ആദമിലിനെ കളിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ
അങ്ങനെ എന്തായാലും ദർശൻ ഷാനക കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവുന്നുണ്ടെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. ഇവര് ഒരു പ്ലേയേഴ്സിനെ ഇവര് പ്രോപ്പറായിട്ട് വിശ്വസിച്ചിട്ടില്ല. ഇവര് 11 കോടി കൊടുത്ത് നിലനിർത്തിയ ഹെഡ്മേറിനെ അവര് മര്യാദയ്ക്ക് അവർ വിശ്വസിച്ചിട്ടില്ല. അവര് ശരി, ഹെഡ്മേർ ഇപ്പൊ വേൾഡ് കപ്പിൽ നിന്ന് വന്ന ഏത് ഫോമിലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് രീതിയിൽ പെർഫോം ചെയ്തു ആ ഒരു പ്ലെയറിനെ പ്രോപ്പറായിട്ട് അവർ യൂസ് ചെയ്തിട്ടില്ല. അവർക്ക് ആ പൊസിഷൻ കൊടുക്കാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ പരാഗ് കളിക്കുന്നത് കൊണ്ടാണ് അത് പോയി. ഇപ്പൊ രവി ബിഷ്ണോയി ആദ്യം നന്നായിട്ട് കളിച്ചു, അവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല. ദേശ്പാണ്ഡെ യൂസ് ചെയ്തിട്ടില്ല. ഈവൻ ജഡേജയെ പോലും അവർ മിസ്യൂസ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞത്. ഒരു 2 മാച്ച് പുറത്തിരുത്തേണ്ട ഒരു ആവശ്യമില്ല. ഏറ്റവും എക്കണോമിക്കലായിട്ട് ആറിൽ ബോൾ ചെയ്തത് ജഡേജയാണ്. എനിക്ക് തോന്നുന്നത് 7 പോയിന്റ് സംതിങ് ആണ് ഈ ജഡേജയുടെ എക്കോണമി ഈ ഒരു സീസണിൽ. സോ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ എക്കണോമിക്കലായിട്ട് റൺസ് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറിനെ പുറത്തിരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ എന്തിന്റെ ബേസിലാണ്? ഇപ്പൊ ബ്രോ പറഞ്ഞ പോലെ പരാഗിനെ പുറത്തിരുത്തിയ ഒരു ശിക്ഷാ നടപടിയാണെന്നുണ്ടെങ്കിൽ ഇത് നഴ്സറി സ്കൂളാണോ? ഒരു ക്യാപ്റ്റനെ ഒരു ശിക്ഷാ നടപടിയുടെ പേരിൽ ഒരു മാച്ച് കളിപ്പിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ശരിക്കും നഴ്സറി സ്കൂൾ എന്ന് വേണമെങ്കിൽ പറയാം. ആറാണ്. കാരണം അങ്ങനെയാണ് അവരുടെ ഒരു രീതി. ഇപ്പൊ കഴിഞ്ഞ മാച്ചിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ബോളറിനെ കൊണ്ടുവന്നു, പുതിയ ഒരാളെ കൊണ്ടുവന്ന് പരീക്ഷിക്കുന്നു. ഓരോ കളികളിലും യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവരാണ്. യെസ്, യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല, നർച്ചർ ചെയ്ത് എടുക്കുന്ന ഒരു ഫ്രാഞ്ചൈസി തന്നെയാണ്. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ ഈ ടൂർണമെന്റ് ജയിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള അതിനെ ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ഇതുകൊണ്ടുള്ള ഒരു കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ആറിന് ഈ ബ്രോ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള ചേഞ്ചസ് ബേസിക്കലി പ്ലേയിങ് ലെവലിൽ തന്നെ വന്നാൽ തന്നെ അവർക്കൊരു മാറ്റം ഉണ്ടാകത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ രീതിയിൽ ബുദ്ധിമുട്ടും മുംബൈക്കെതിരെ. അതായത് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ജോർഫ്ര ആർച്ചറിനും വാങ്കഡയിൽ നല്ലൊരു ട്രാക്ക് റെക്കോർഡുണ്ട്. 4 കളി കളിച്ചാൽ 7 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. എക്കോണമി എന്ന് വെച്ചാൽ 8.25 മാത്രമേ ഉള്ളൂ. മനസ്സിലായി. ഇപ്പം പുള്ളിക്ക് അവിടെ ഫേവറേറ്റ് പിച്ചാണ്, അതും ഉച്ചയ്ക്കൂടെ ആയതുകൊണ്ട് പിച്ചൂടെ പുള്ളിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുള്ള സപ്പോർട്ടീവായിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവണം. അപ്പം അതിനനുസരിച്ചുള്ള പ്ലേയിങ് കോമ്പിനേഷൻസ് ഇവർക്ക് എടുക്കണം. നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവരുന്നതിന് ആരും എതിരൊന്നുമല്ല. പക്ഷേ ഈ ബിസിനസ് എൻഡിൽ കൊണ്ടുവന്ന ഒരു യങ്സ്റ്റേഴ്സിനെ ട്രൈ ചെയ്യുന്നതാണ് വലിയ റിസ്കി ആയിട്ടുള്ള കാര്യം. അതും ഈ ഡുവോഡായി കൂട്ടുള്ള മാച്ചസിൽ. ഇപ്പോൾ കഴിഞ്ഞ കളി അല്ല, ഇതിന് കഴിഞ്ഞ 6 കളികളായിട്ട് ആകെ രാജസ്ഥാൻ ജയിച്ചിരിക്കുന്ന 2 മാത്രമാണ്. ഇതിലേതെങ്കിലും ഒന്നുകൂടെ അവർ ജയിച്ചിരുന്നുവെങ്കിൽ അവർ സുഖമായിട്ട് ക്വാളിഫൈ ആയി പോയനേമായിരുന്നു. അപ്പോൾ അങ്ങനൊരു പ്രശ്നം ആറാറിൻ്റെ സൈഡിൽ നിന്ന് പ്രശ്നമുണ്ട്. ദേ ആർ സ്ട്രഗ്ലിംഗ് എന്നുള്ളത് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. പിന്നെ സ്ട്രഗിൾ ആണെങ്കിലും ആ ടീമിനെ കൊണ്ട് ഏത് ടീം എതിരെ കളിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓപ്റ്റ് ചെയ്യുക MIക്കെതിരെ കളിക്കണം എന്നായിരിക്കും ഇപ്പോഴത്തെ കറണ്ട് ഫോം അനുസരിച്ച്. അപ്പോൾ അതുകൊണ്ട് അത്രമാത്രം അവർ ലക്കിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതും വാങ്കഡയിൽ തന്നെയാണ് കളി. അപ്പം തിരിച്ച് MIയുടെ രീതിയിലേക്ക് വരുമ്പോഴത്തേക്കിന് അവർ ഈ പറയുന്നോട്ട് പ്ലേയിങ് ഫോർ പ്രൈഡാണ്. അതേപോലെ തന്നെ പല മുഖങ്ങളിൽ രക്ഷിക്കുക എന്നുള്ളതും അവരുടെ മനസ്സിലുണ്ടായിരിക്കും. ഇപ്പോൾ രോഹിത് ശർമ്മ ആണെങ്കിൽ കഴിഞ്ഞ 3 കളികളാണെങ്കിൽ ഒട്ടും ഫോമിലല്ല. 15 പന്തിൽ 13, 26 പന്തിൽ 25, 22 റണ്ണ് 10 പന്തിൽ നിന്ന്, അങ്ങനെ ഒരു രീതിയിലാണ് രോഹിത് ശർമ്മ പോകുന്നത്. നേരെ മറിച്ച് ജയ്സ്വാളിനാണെങ്കിൽ, ഇവിടുത്തെ ഓപ്പണർ ജയ്സ്വാളിനാണെങ്കിൽ അവിടെ നല്ല ട്രാക്ക് റെക്കോർഡുണ്ട്. ആവറേജ് 45 ജയ്സ്വാൾ ഒരു സെഞ്ചുറി അടിച്ചിട്ടുണ്ട് വാങ്കഡെ പിച്ചിൽ. ജയ്സ്വാളിൻ്റെ ഹോം ഗ്രൗണ്ടാണ്. മനസ്സിലായി. പക്ഷേ ഇപ്പുറത്ത് റിക്കൽട്ടണ്ടും കഴിഞ്ഞ ഒരു 3 കളികളിൽ ഒരു കളി 40-50 മൊത്തം അടിച്ചു, ബാക്കി 2 കളിയും സിംഗിൾ ഡിജിറ്റിന് ഔട്ടായി. പിന്നെ താഴോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയണ്ട, ഒരു 100 ആവർത്തി പറഞ്ഞതാണ്. പക്ഷേ ഇവർക്ക് ഒരു ഓഫ് സൈഡ് ട്രാപ്പ് ഒരുക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. പക്ഷേ അത് എക്സിക്യൂഷന് പറ്റിയ ഒരു ബോളിംഗ് ഇവരയിൽ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം. ഓക്കെ, ഇപ്പോൾ സൂര്യകുമാർ യാദവ് ആണെന്നുണ്ടെങ്കിൽ, നമൻദീർ ആണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ബോളിൽ വീക്ക്നെസ് ഉണ്ട്. തിലക് വർമ്മയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഓഫ് സൈഡിൽ ട്രാപ്പ് ചെയ്യാൻ പറ്റും. ഹാർദിക് പാണ്ഡ്യ ആണെന്നുണ്ടെങ്കിൽ സ്പിന്നേഴ്സിനെ കൊണ്ട് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്പർ ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. ഈസിയാണ് അവർ വിക്കറ്റ് കമ്പാരിറ്റീവ്ലി എടുക്കാൻ. കാരണം മുംബൈ നോക്കുന്ന പല കളികളും നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പവർ പ്ലേയിൽ തന്നെ 3 വിക്കറ്റ് 4 വിക്കറ്റൊക്കെ പോയി പിന്നെ അങ്ങ് കണ്ടെയ്ൻ ചെയ്ത് അവസാനം ഒരു അടിച്ച് കയറ്റി, അവസാനത്തെ ഒരു 4 ഓവർ അടിച്ച് കയറ്റി എന്തെങ്കിലും ഒരു 160 എന്നുള്ള രീതിയിൽ ടോട്ടൽ എത്തിക്കുന്നുള്ള ഒരു സ്റ്റൈലിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി. അപ്പോൾ അവർക്ക് വലിയതായിട്ടൊന്നും ചെയ്യണ്ട അവരെ തോൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ സീസണിൽ മര്യാദയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ഒരു ടീമിനെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രം മതി. അത് ഇവർ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറാറിന് പ്ലേയിങ് ഇലവനെ കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ മാനേജ്മെൻറ്റുമായിട്ടുള്ള ഫ്രിക്ഷൻസ് കാരണം, അല്ലെങ്കിൽ ടീമിനകത്തുള്ള ഒരു മിസ്അലൈൻമെൻറ്റ് കാരണം അത് നടക്കുമോ എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. ആറാറിന് ഈ ക്വാളിഫൈ ആകാൻ ഇതിലും വലിയൊരു ചാൻസ് ഇല്ല. ഇതിലും ഈസി ആയിട്ടൊരു ടീമിനെ കിട്ടാനും ഇല്ല. തീർച്ചയായിട്ടും. അതിൽ പക്ഷെ ആറാറിന് ചലഞ്ച്, ഇപ്പൊ മുംബൈ സംബന്ധിച്ച് ആറാറിനെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവർ സൂര്യവംശി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ താഴേക്ക് വരുമ്പോൾ ഡൊണോവൻ പെരേര. ഈ 2 പ്ലേയേഴ്സ് ആണ് ഏറ്റവും ഡിസ്ട്രക്റ്റീവ് ആയിട്ട് അവർക്ക് ഒരു ചലഞ്ചിങ് ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം നെഗോഷ്യബിൾ ആണ്. ജയ്സ്വാൽ ആണെങ്കിലും അതിന് ധ്രുവ് ജുറേൽ ആണെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ സൂര്യവംശി ആൻഡ് ഡൊണോവൻ പെരേര അവരുടെ ഇടയ്ക്ക് കയറി നിൽക്കാൻ പറ്റുന്ന 2 പ്ലേയേഴ്സ്. അവരെ 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുംബൈക്ക് കളി ജയിക്കാൻ എടുക്കും. തിരിച്ച് ആറാറിനെ സംബന്ധിച്ച് അങ്ങനെ വലിയ ഒരു ചലഞ്ച് ഒന്നും അല്ല. അവരുടെ ബെസ്റ്റ് നല്ല കോമ്പിനേഷൻ കളിപ്പിക്കുക, അവരുടെ പ്ലേയേഴ്സ് പെർഫോം ചെയ്യുവാണെങ്കിൽ തന്നെ ആറാറിന് ഈസി ആയിട്ട് മുംബൈയെ തോൽപ്പിക്കാവുന്നതേ ഉള്ളൂ.
അവർ ചെയ്യുമെന്നുള്ളത് ബ്രോ പറഞ്ഞ പോലെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. അവർക്ക് വേണമെന്നുള്ളത് നമുക്ക് ഈ പറയുമ്പോഴും അവർക്ക് വേണമെന്നുള്ളത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. വേറെ മുംബൈയും എന്തെങ്കിലും പോയിന്റ്സ് ആഡ് കമ്പാരിറ്റീവ്ലി ചെയ്യണ്ടോ ഇപ്പം ബ്രോ നല്ല അതില്? രീതിയിൽ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് പെർഫോം ചെയ്യുന്നുണ്ട് ഒരു ലാസ്റ്റ് 2-3 കളികളായിട്ട്. ഇപ്പം ദീപക് ചഹറാണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് പറഞ്ഞത് ഒരു ഗ്ലിംസ് ദീപക് ചഹറിന്റെ കയ്യിൽ നിന്ന് വരുന്നുണ്ട്. ഹീസ് ഇൻ എ ഗുഡ് ട്രാക്ക് എന്ന് പറഞ്ഞതിന് ശേഷം ദീപക് ചഹറിനെ തൊടാൻ പറ്റിയിട്ടില്ല. പുള്ളി ഫയറാണ്. കഴിഞ്ഞ കളിയാണെന്നുണ്ടെങ്കിൽ 23 റണ്ണേ വിട്ടുകൊടുത്തുള്ളൂ 3 ഓവറിൽ. ജസ്പ്രീത് ബുംറ എന്ന് പറയുന്നത് ബീങ് ബുംറ ബാക്ക് ഓൺ ട്രാക്ക് അത്രേ ഉള്ളൂ. അവർക്ക് ഏറ്റവും വലിയ അഡീഷൻ എന്ന് പറയുന്നത് കോബിൻ ബോഷിൻ്റെയാണ്. പുള്ളി ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും ഒരു ഫീൽഡിലും ഒരു ഓൾറൗണ്ട് പ്രകടനം. ചെന്നൈക്ക് എന്താണോ ഓവർടേൺ ചെയ്യുന്നത് അത് തന്നെ ഇവിടെ കോബിൻ ബോഷ് ചെയ്തു തുടങ്ങി. പുള്ളിയാണ് ഇത്രയും നാൾ ബെഞ്ചിലിരുത്തിയത് എന്നുള്ളതിൻ്റെ വില അവർക്കിപ്പോൾ മനസ്സിലായി. പിന്നെ കമ്പാരിറ്റീവ്ലി അല്ലാഹ് ഗസൻഫറിന് അവിടെ നല്ലൊരു റെക്കോർഡുണ്ട് വാങ്കഡയിൽ. അതുകൊണ്ട് അവർ വലിയ ചേഞ്ചസിനൊന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിൽ ബി ഗോയിങ് വിത്ത് ദ സെയിം ടീമായിരിക്കും. അവർക്കും ഈ പറഞ്ഞിട്ട് പ്രൈഡാണ്. കാരണം കഴിഞ്ഞ സീസണിൽ ചെന്നൈ ആയിരുന്നു ബോട്ടിൽ നെക്ക് ആയത്, വുഡൻ സ്പൂൺ എടുത്തത്. അപ്പം അതുകൊണ്ട് അന്ന് എല്ലാവരും ചെന്നൈയെ കളിയാക്കി. ഇന്ന് ഈ കളി ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ കറണ്ട് LSCയുടെ ഫോം വെച്ച് അവർ അടുത്ത കളി ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടും ചിലപ്പോൾ അവർ കയറിപ്പോവാനും ഈ കളി തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുംബൈ വുഡൻ സ്പൂൺ അടിക്കാനും സാധ്യതയുള്ളത് കൊണ്ട് അവർക്കും ഒരു മസ്റ്റ് വിൻ ഗെയിം തന്നെയാണ്. തീർച്ചയായും. സോ അതാണ്. അപ്പൊ ബാക്കി എല്ലാവരുടെയും വിധി തീരുമാനിക്കുന്ന ഒരു മാച്ചാണ് ഇത്. ബാക്കി ഇനി ഈ മാച്ച് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ KKR-ഉം അല്ലെങ്കിൽ പഞ്ചാബും ഒന്നും ഇനി ചിന്തിക്കേണ്ട കാര്യമില്ല. ഇന്ന് പഞ്ചാബ് ജയിച്ചാലും ശരി അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവത്തില്ല. സോ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാച്ചാണ്. RRന് ശക്തമായിട്ട് തിരിച്ചു വരാൻ പറ്റാതെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ പഞ്ചാബ് ഇപ്പൊ ഇന്ന് ജയിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പഞ്ചാബിനും ചാൻസ് ഉണ്ട്, KKR-നും ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആയിരിക്കുമോ പഞ്ചാബ് ആയിരിക്കുമോ അതോ KKR ആയിരിക്കുമോ ഈ ടോപ്പ് 3-ൽ നിൽക്കുന്ന ടീമുകൾക്ക് അല്പമെങ്കിലും ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ടീം എന്നുള്ളത്? ഈ 3 ടീമിൽ ഏത് ടീം വന്നാലായിരിക്കും ഒരു പ്ലേ ഓഫ് കുറച്ചും കൂടെ ഒരു എക്സൈറ്റിംഗ് ആവുന്നത്? അത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഞാൻ പോസ്പെക്റ്റീവായിട്ട് നോക്കുന്ന ബോളിംഗ് ആണ്. മനസ്സിലായി. ഇപ്പോൾ ബാറ്റിംഗ് എല്ലാവരുടെയും കയ്യിൽ 200-250 അടിക്കാൻ പൊട്ടൻഷ്യലി ഏബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ ഫോമില്ലായ്മയാണ് ഈ രീതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പക്ഷേ ആ ഒരു കണ്ടീഷൻസിൽ എനിക്ക് തോന്നുന്നു ന്യൂ ചണ്ഡീഗഡിലാണ് കളി. പിന്നെ രണ്ടാമത്തെ കാര്യം, ആ ഒരു കണ്ടീഷൻസിൽ ബോൾ കൊണ്ട് പെർഫോം ഇച്ചിരൂടെ ചെയ്യാൻ പറ്റുന്നത് പഞ്ചാബിനെ സംബന്ധിച്ചിട്ടാണ്. കാരണം പഞ്ചാബ് അതിനുള്ള കമ്മോഡിറ്റി അവരുടെ കയ്യിലുണ്ട്. അവരുടെ ഫോമില്ലായ്മ ഒരു പ്രശ്നമാണ്, പക്ഷേ ദേ ഹാവ് ദ കമ്മോഡിറ്റി. ഓക്കെ, എന്റെ ആഗ്രഹം പഞ്ചാബ് വരണമെന്നാണ് ഇക്കൂട്ടത്തുനിന്ന്. KKR പക്ഷേ ഇതിൽ നിന്നെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് കയറി വരുമെന്ന് എനിക്ക് വേറൊരു സൈഡിൽ നിന്ന് തോന്നുന്നുണ്ട്. ഹിസ്റ്ററി KKR-ന്റെ ഒരു ആയിരിക്കും. വരവ് കണ്ടിട്ട്, അതെ അതെ, വരവ് കണ്ടിട്ട് ഒരു എന്തോ ഒരു പ്രത്യേക രീതിയിലുള്ള വരവാണ്. കാരണം സീനിലേ ഇല്ലാതിരുന്ന KKR ഇപ്പം സീനിൽ വന്നിരിപ്പുണ്ട് ഒരു ചാൻസുമായിട്ട്. അപ്പൊ അത് പറയാൻ പറ്റത്തില്ല. എന്തായാലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള മാച്ചസ് ആണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ മാച്ച് പഞ്ചാബ് വേഴ്സസ് LSG മാച്ചിന്റെ റിവ്യൂല് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ